നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് ഫിംഗറാണ്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ്, 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 മുട്ടയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച പാത്രത്തിലേക്ക് എല്ലാ മുട്ടയും ഒന്നിച്ച് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. ഉപ്പ് പിന്നെയും മൈദയിലേക്കും പിന്നെ ഇത് മുക്കിയെടുക്കേണ്ട മുട്ടയിലേക്കും നമ്മൾ ഉപ്പിടുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി കുറച്ച് കുഴിയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തടവണം. അതിലേക്കാണ് ഈ മുട്ട ഒഴിക്കേണ്ടതും ആവിയിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടതും. ഇനി ഇത് ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിൽ വെച്ചാൽ മതി. 5 മിനിറ്റും 20 മിനിറ്റിനുള്ളിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ വേവാൻ വെച്ച മുട്ട വെന്ത് കിട്ടുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ച് വെക്കണം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച മൈദ, കോൺഫ്ലോർ, ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ടയൊന്ന് അടിച്ചു വെക്കണം. അതിൽ കുറച്ച് ഉപ്പിടണം. ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. നമ്മൾ ആവിയിൽ വേവാൻ വെച്ച മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കി നീളത്തിൽ തന്നെ മുറിച്ച് വെക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ മുറിച്ച് വെച്ച ഒരു പീസ് എടുത്ത് ആദ്യം മൈദയിലൊന്ന് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. പിന്നെ ഇതിനെ ആദ്യം ഒന്നും കൂടി ഒന്ന് മുട്ടയിലൊന്ന് നന്നായി ഒന്ന് മുക്കിയെടുത്ത് പിന്നെയും ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇതെല്ലാം ഫ്രൈ ചെയ്യാവൂ. അങ്ങനെ എല്ലാ പീസും ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. പിന്നെ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. തണുത്തു പോയാൽ അത്രയധികം ടേസ്റ്റ് ഉണ്ടാവില്ല.